ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 24, ഒന്നാമത്തെ വായനാ ഭാഗം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം. യഹോശാഫാത്ത് രാജാവിൻ്റെ വാഴ്ചയുടെ തുടർച്ചയാണ് നമ്മൾ ഈ അധ്യായത്തിലും വായിക്കുന്നത്. ഈ അധ്യായം ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും ആ വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ഏറ്റവും ഹൃദ്യമായി സന്തോഷത്തോടെ വിശ്വാസപൂർവ്വം തന്നെ വിശ്വാസികൾക്ക്, വായനക്കാർക്ക് വായിക്കാൻ പറ്റുന്നൊരു അധ്യായമാണ് ഈ 20-ാം അധ്യായം എന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ. അവിടെ സംഭവിക്കുന്നത് മോവാബ്യര്, അമ്മോന്യര്, അവരോടുകൂടി മേയുന്യരിൽ ചിലരും. ഇവിടെ ഇത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു പോകാം. മോവാബ്യരും അമ്മോന്യരും മേയുന്യരിൽ ചിലരും എന്ന് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 20-ാം അധ്യായം 20-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം. 22-ാമത്തെ വാക്യത്തിൽ അവർ പാടി സ്തുതിച്ചു തുടങ്ങി അവിടെ കാണുന്നത് യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം കാണുന്നതിൽ മെയ്യൂന്യർ എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ കൃത്യമായി ഇത് കാണുന്നില്ല, അത് അമ്മോനൈറ്റ്സ് എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. പക്ഷെ ഇവിടെ ഈ പറയുന്ന 3 വിഭാഗത്തെ ഇവിടെ നമ്മൾ 22-ാമത് വാക്യം എത്തുമ്പം അത് സെയീർ പർവ്വതക്കാരെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എന്തായാലും 3 കൂട്ടർ യുദ്ധത്തിനായിട്ട് 3 രാജ്യക്കാർ, 3 ദേശക്കാർ യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിനായി വന്നു. ഇവിടെ സംഭവിക്കുന്നത് യോശാഫാത്ത് ഭയപ്പെട്ടു. ഒരു രാജ്യമല്ല, 3 രാജ്യങ്ങൾ വരികയാണ്, 3 ജനക്കൂട്ടം. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടിട്ട് ഈ സംഭവത്താൽ ഭയപ്പെട്ടു. അതുപോലെ തന്നെ ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം പ്രസിദ്ധം ചെയ്തു. ദൈവത്തോട് സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചു വന്നു. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. അവരെല്ലാവരും യഹോശാഫാത്ത് ആലയത്തിൻ്റെ പ്രാകാരത്തിൽ മുമ്പിൽ ഇവർ മധ്യേ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ. അപ്പോൾ പറയുന്നതെങ്കിലും ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. ദൈവമായ യഹോവേ, അങ്ങ് സ്വർഗസ്ഥനായ ദൈവമല്ലോ, അങ്ങ് ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും അങ്ങേക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അങ്ങയുടെ ജനമായ ഇസ്രായേലിന് മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് അങ്ങയുടെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. ദാവീദിന് അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാള്, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുമ്പിലും അങ്ങയുടെ സന്നിധിയിൽ നിന്ന്, അങ്ങയുടെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, അപ്പം ഈ സന്നിധിയിൽ നിന്ന് ഞങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുകയും അങ്ങ് കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇത് ആണ് ശലോമോൻ രാജാവ് ഈ ആലയം പണിതതിന് ശേഷം അവിടെ കഴിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയുന്നുണ്ട്, ഈ ആലയത്തിൽ വന്ന് ആരെങ്കിലും അങ്ങയോട് കരഞ്ഞ് നിലവിളിച്ചാൽ അങ്ങ് അത് കേൾക്കണമേ. ദൂരസ്ഥലങ്ങളിലിരുന്നും ഈ ആലയത്തിലേക്ക് നോക്കിയാലും അത് ചെയ്യണമേ. അന്യമതസ്ഥർ, അന്യജാതികൾ ഈ ആലയത്തിൽ വന്ന് അങ്ങയോട് അപേക്ഷിക്കുന്ന യാചനകളും ഒക്കെയും ചെയ്തു കൊടുക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന നമ്മൾ അതുപോലെ തന്നെ അതിനെയാണ് ഇവിടെ ഏറ്റുപറയുന്നത്. അങ്ങനെ നിലവിളിക്കുകയും അങ്ങ് കേട്ട് രക്ഷവരുത്തുകയും ചെയ്യും എന്നുള്ള ആ വിശ്വാസത്തെ ആണ് ഇവിടെ ഏറ്റുപറയുന്നത്. എന്നിട്ട് ഇവർ ഈ 10-ാമത്തെ വാക്യത്തിൽ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ, കനാനിലേക്ക് വരുമ്പോൾ അവർ അമ്മോന്യരെയും മോവാബിരെയും സെയീർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ അങ്ങ് അനുവാദം കൊടുത്തില്ലല്ലോ. അപ്പോൾ ഇവിടെയും നമ്മൾ സെയീർ പർവ്വതക്കാരെ എന്നാണ് കാണുന്നത്. സെയീർ പർവ്വതക്കാരെ ആക്രമിപ്പാൻ അങ്ങ് അനുവാദം കൊടുത്തില്ല. പക്ഷെ അവരിന്ന് പ്രതിഫലം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവരെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തില്ല. എന്നിട്ടും അവർ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ വരുന്നു. അവിടെ പറയുന്നുണ്ട്, ദൈവമേ, അങ്ങനെ വരുന്ന അവരെ അങ്ങ് ന്യായം വിധിക്കുകയില്ലേ? ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്ക് തിരിയുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇത്രയും പ്രാർത്ഥന സംഭവിക്കുമ്പോൾ അവിടെ ആസാഫിൻ്റെ മക്കളിൽ, പുത്രന്മാരിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് അവർ
വിളിച്ചു. വേറെ ലേവിൻ്റെ മേളിലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് അവിടെ വിളിച്ചു പറയുകയാണ്, ഈ വലിയ സമൂഹം നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെത് അത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. അപ്പോൾ നിങ്ങൾക്ക് നാളെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവരുടെ വരെ പോകാം. അവർ സീസ് കയറ്റത്തിൽ കൂടി വരും. നിങ്ങൾ അവരെ മരുഭൂമിക്കെതിരെ തോട്ടിൻ്റെ അറ്റത്ത് വെച്ച് കാണും. ഈ പടയിൽ നിങ്ങൾക്ക് പൊരുതേണ്ട ആവശ്യം വരികയില്ല. യഹൂദായും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടാൽ മാത്രം മതി. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. അപ്പോൾ യഹോശാഫാത്ത് ഇത് കേട്ടിട്ട് സാക്ഷാം വീണ് വണങ്ങി. അവിടെ ഉണ്ടായിരുന്ന യഹൂദരും യെരൂശലേമിലുള്ള ആളുകളൊക്കെ ദൈവത്തിന് മുമ്പാകെ വീണ് നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കെഹാത്യരും കോരഹ്യരും ആയ ലേവ്യരെല്ലാവരും കൂടെ ഇസ്രായേൽ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. പിന്നെ അവർ പിറ്റേ ദിവസം മരുഭൂമിയിലേക്ക് പുറപ്പെടുന്നു. അവിടെ വെച്ച് യഹോശാഫാത്ത് വീണ്ടും കൂടെയുള്ള ആളുകളോട് പറയുന്നു, യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവർ എൻ്റെ വാക്ക് കേൾപ്പിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ. അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ ആശ്രയത്തിൻ്റെ ഒരു വലിയ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരാളുടെ അല്ല, ഒരു സമൂഹത്തിൻ്റെ തന്നെ അത്രയും വലിയൊരു, അതിനുവേണ്ടി അതിലേക്ക് നയിച്ചത് എൻ്റെ നേതാവായ രാജാവായ യഹോശാഫാത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും വിശ്വാസവുമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ ഈ യഹോശാഫാത്ത് പറയുന്നത്, യഹോവയായ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറയുന്നു. പിന്നെ രാജാവ് ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും സംഗീതക്കാരെ നിയമിച്ച് അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിയരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ വേറെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അവിടെ സംഭവിക്കുന്നത്, ഈ മൂന്ന് കൂട്ടരിൽ ആദ്യം അമ്മോന്യരും മോവാബിയരും ചേർന്ന് സെയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിശേഷം നശിപ്പിച്ചു. അത് സെയീർ നിവാസികൾ ഏദോമ്യരാണ്, ഏശാവിൻ്റെ വംശാവലി അറിയാം. അവരെ നശിപ്പിച്ചു. അവരെ സംഭവിച്ച ശേഷം എന്ത് പറ്റിയെന്ന് അറിയാമോ? ഈ മോവാബിരും അമ്മോന്യരും തമ്മിൽ മത്സരമായി. അവർ തമ്മിലായി യുദ്ധം. ഒരുമിച്ച് 100,000 വേണ്ടി വന്നവർ തമ്മിൽ തല്ലിച്ചാകുന്ന ഒരു ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. ഇവർ അവിടെ മരുഭൂമിയിൽ വന്നപ്പോഴത്തേക്ക് യഹോശാഫാത്തും സൈന്യവും മരുഭൂമി വന്നപ്പോൾ അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നതാണ് കാണുന്നത്. ഒരുത്തം പോലും ചാടിപ്പോയിരുന്നില്ല. വന്ന മുഴുവൻ സൈന്യവും അവിടെ മരിച്ചു കിടന്നിരുന്നു. അപ്പോൾ ഇതാണ് ദൈവം നേരത്തെ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരും, നിങ്ങൾക്ക് പടയിൽ പൊരുതേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, നിങ്ങൾ ദൈവം വരുത്തുന്ന രക്ഷ കണ്ടാൽ മതി. ഇത് സംഭവിച്ചതാണ്. ഇവിടെ അവർക്ക് ഒരു വാളെടുത്ത് വീശേണ്ടി പോലും വന്നില്ല. അവർ വന്നവർ തമ്മിൽ തല്ലി അവർ വാളെടുത്ത് അവർ തന്നെ തമ്മിൽ കൊല്ലുകയും എല്ലാവരും വീണ് മരിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ അവിടെ നടക്കുന്ന ഒരു കൊള്ളയാണ്. 3 ദിവസം കൊള്ളയിട്ടു. അതുമാത്രം കൊള്ളയുണ്ടായിരുന്നു. അങ്ങനെ കൊള്ളയിട്ട സാധനം, ഒരുപാട് സാധനങ്ങൾ, വിശേഷ വസ്തുക്കളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സമ്പത്തുണ്ടായി. അപ്പം ഇത് ഒരു യുദ്ധത്തിന് വരുമ്പോൾ അവർക്ക് വഴിയിൽ ആവശ്യമായ പല കാര്യങ്ങളുണ്ട്, ആഹാരം അടക്കമുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ആ യാത്രയിൽ ആടുമാടുകളെയും കൊണ്ടുവരും. അതിനെയൊക്കെ കൊന്ന് ആഹാരം കഴിക്കേണ്ട ആവശ്യമുള്ളതുണ്ട്. ഇതൊക്കെ പാകം ചെയ്യാനുള്ള ആൾക്കാർ വരും. അങ്ങനെ യുദ്ധം ചെയ്യാനുള്ള പടയാളികൾ മാത്രമല്ല, ദിവസങ്ങളെടുക്കുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാനുള്ള സംഗതികളടക്കം എല്ലാം വരും. അപ്പോൾ അതെല്ലാം ഇവർ കൊള്ളയിട്ടുകൊണ്ട് പോവുകയാണ്. കൊള്ളയിട്ട് യഹൂദയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ യെരൂശലേമിലേക്ക് വരികയാണ്. യെരൂശലേമിലേക്ക് മടങ്ങി പോകുന്നത് തന്നെയാണ്. എന്നിട്ട് അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടി യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവ ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളിൽ വന്നു. അപ്പം ഇങ്ങനെ യുദ്ധം പോലും ചെയ്യാതെ 3 രാജ്യക്കാർ യുദ്ധത്തിന് വന്നിട്ട് ആ 3 രാജ്യക്കാരും തമ്മിൽ തല്ലിച്ചാകുകയും ഒരാൾ പോലും ശേഷിക്കാതെ സകല അവിടെ ജനമായി കിടന്നു എന്നൊക്കെയും ചുറ്റുമുള്ള എല്ലാ രാജ്യക്കാരും അറിയുമ്പോൾ അവർ സ്വാഭാവികമായും ഭയപ്പെടും. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇങ്ങനെ? യഹൂദരിൽ ആരും മരിച്ചില്ല, ഇവരാണെങ്കിൽ എല്ലാവരും മരിച്ചു പോകുന്നു. അപ്പോൾ ഇതൊക്കെയും വാർത്തകൾ ഇന്നത്തെ കാലത്തെ പോലെ അല്ല. പറഞ്ഞ് വാർത്തകൾ പല ദേശങ്ങളിലും എത്തും. അതുകൊണ്ട് യഹൂദരുടെ മേൽ ഒരു ഭയം വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. യഹോശാഫാത്ത് ഈ രാജ്യത്ത് ഭരണം തുടങ്ങുന്നത് 35 വയസ്സുള്ളപ്പോഴായിരുന്നു. 25 വർഷം ഈ ഇവിടെ രാജാവായി
നടന്നു, അല്ലെങ്കിൽ രാജാവായി ഭരിച്ചു. അപ്പം യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്ന് തന്നെയാണ് ഇവിടെ എഴുത്തും എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിക്കുന്ന സംഭവത്തിലും നമുക്കറിയാം യഹോശാഫാത്ത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നടന്നു. ഒരിടത്ത് തെറ്റുപറ്റിയെങ്കിലും വീണ്ടും അത് തിരുത്തി മുന്നോട്ട് പോകാൻ യഹോശാഫാത്ത് മനസ്സ് കാണിച്ചത് നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസവും പ്രത്യാശയും മോട്ടിവേഷനും ഒക്കെ തരുന്നൊരു വലിയ കാര്യം തന്നെയാണ്. എങ്കിലും അവിടെ ജനം തങ്ങളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാർ ദൈവത്തെങ്കിലേക്ക് തിരിച്ചതുമില്ല എന്നൊരു വാർത്ത വായിക്കുന്നതിന് താഴെ ആസായുടെ വഴിയിൽ നടന്ന് അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായതുപോലെ ചെയ്തു, എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെങ്കിലേക്ക് തിരിച്ചതുമില്ല എന്നുള്ളൊരു വ്യസനകരമായൊരു വാർത്തയും അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ യഹോശാഫാത്തിൻ്റെ പ്രവർത്തനങ്ങൾ, വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഹനാനിയുടെ മകനായ യേഹൂവിൻ്റെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോശാഫാത്ത് അത് കഴിഞ്ഞിട്ട് യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവ് അഹസ്യാവോട് സഖ്യത ചെയ്തു. അവൻ മഹാദുഷ്പ്രവൃത്തി. അപ്പം ഇത് പാടില്ലാത്തൊരു കാര്യം വീണ്ടും യഹോശാഫാത്ത് ആവർത്തിക്കുകയാണ്. നമ്മളിപ്പോൾ കേട്ട ഒരു ആശ്വാസത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് താഴെ സംഭവിക്കുന്നത്. അവിടെ ഇസ്രായേൽ രാജാവായ അഹസ്യാവോട് സഖ്യത ചെയ്തു. നേരത്തെ ആഹാബിനോട് ചെയ്തതുപോലെ ഇപ്പോൾ അതേ രാജ്യത്തെ മറ്റൊരു രാജാവിനോട്, അല്ലെ പിന്തുടർച്ചയായിട്ട് വന്ന രാജാവിനോട് സഖ്യത ചെയ്തു. അവൻ ഈ അഹസ്യാവ് മഹാദുഷ്പ്രവർത്തിക്കാരായിരുന്നു. അവൻ തർശീസിലേക്ക് ഓടിക്കാനുള്ള കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു. എന്നാൽ മാശേരക്കാരനായ ദോദാബയുടെ മകൻ എലയാസർ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിച്ചു, നീ അഹസ്യാവോട് സഖ്യത ചെയ്തുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉളച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഉണ്ടാക്കിയ കപ്പലുകളൊക്കെ തർശീസിലേക്ക് കടൽ വഴി പോകാൻ വേണ്ടി ഉണ്ടാക്കിയ കപ്പലുകളൊക്കെ അത് ഓടുവാൻ കഴിയാതെ വണ്ണം ഉടഞ്ഞുപോയി, തകർന്നു പോയി എന്നുള്ളതാണ്. അങ്ങനെ ഈ യഹോശാഫാത്തിൻ്റെ കാലം, ഈ 25 വർഷത്തെ ഭരണവും അവസാനിക്കുകയും അതോടുകൂടെ തുടർന്ന് യഹോശാഫാത്ത് മരിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ മരിക്കുന്നതിനെ കുറിച്ച് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നാളെ വായിക്കാനിരിക്കുന്ന 21-ാം അധ്യായത്തിലാണ് യഹോശാഫാത്തിൻ്റെ മരണം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലം അവസാനിച്ചു. മരണം രേഖപ്പെടുത്തിയിരിക്കുന്നതും അടുത്ത അധ്യായത്തിലാണെന്ന് മാത്രം. രണ്ടാമത്തെ വായനാ ഭാഗം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം. ഈ പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ വായിച്ചതുപോലെ, ആദ്യത്തെ വായനാ ഭാഗത്തിൽ വായിച്ചതുപോലെ തന്നെ വളരെ ആശ്വാസവും വളരെ സന്തോഷവും തരുന്ന ഒരു അധ്യായമാണ്. ദാനിയേൽ എന്ന വിശ്വസ്തനായ ദൈവ പൈതലിനെ, ദൈവത്തിൽ അത്ര കണ്ട് വിശ്വാസവും വിശുദ്ധിയുമായി ജീവിച്ച ദാവീദിനെ ദൈവം ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലേക്ക് നയിക്കുന്ന ചില സംഭവങ്ങളെ വായിക്കുകയാണ് നമ്മൾ ഈ അധ്യായത്തിൽ. നെബൂഖദ്നേസർ അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ വാഴ്ചയുടെ വർഷത്തിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് അദ്ദേഹം വല്ലാതെ മനസ്സ് വ്യാകുലപ്പെട്ടു, ഉറക്കമില്ലാതായി. അത് രാജാവിനോട് സ്വപ്നം അറിയിക്കാൻ, അവിടുത്തെ പ്രശ്നം സ്വപ്നവും അദ്ദേഹം പറയുന്നില്ല, സ്വപ്നം അറിയിക്കണമെന്നാണ്. സ്വപ്നം അറിയിക്കണം, സ്വപ്നം വ്യാഖ്യാനം ചെയ്യണം. ശകുനവാദികൾ, മന്ത്രവാദികൾ, ക്ഷുദ്രക്കാർ, ആഭിചാരക്കാർ എല്ലാവരെയും വിളിച്ചിട്ട് അവരോടിത് പറഞ്ഞു. അപ്പം അവർ ചിന്തിക്കുമ്പം സ്വപ്നം പറഞ്ഞാൽ ഞങ്ങൾ അത് വ്യാഖ്യാനിച്ചു തരാം. രാജാവ് പറയുന്നത് സ്വപ്നം വ്യാഖ്യാനിക്കാനും കഴിയുമെങ്കിൽ നിങ്ങൾ സ്വപ്നം അറിയിക്കാം. ഇത് ആണ് കാര്യം. പക്ഷെ രാജാവ് പറയുന്നതെന്നറിയാമോ, നിങ്ങൾ സ്വപ്നം പറ, അപ്പം നിങ്ങൾക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിന് സ്വപ്നം അറിയാൻ പറ്റും. നിങ്ങൾ ആദ്യം സ്വപ്നം പറ. സ്വപ്നം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് അതൊരുറപ്പാവും. അപ്പോൾ അവർ പറയുന്നത് ഇതൊരു വലിയൊരു ടാസ്ക്കാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. അവിടെ പറയും ജഡവാസമുള്ള മനുഷ്യർക്കല്ല, വാസമില്ലാത്ത മനുഷ്യർക്കല്ലാതെ ആർക്കും. ജഡവാസമില്ലാത്തതെന്ന് പറയുമ്പം മനുഷ്യർക്കാർക്കും ഇത് പറയാനൊക്കത്തില്ല. മനുഷ്യന്മാരല്ലാത്ത ദേവന്മാർക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്കോ ഇത് പറയാനൊക്കെയുള്ളൂ എന്നും പറയുകയാണ്. അപ്പം ഇത് സംഗതി പ്രശ്നമായി. അപ്പോൾ ഇവരെല്ലാം കൊല്ലുവാൻ ഉള്ളൊരു കൽപ്പനയും പുറപ്പെട്ടു.
അതിനു മുമ്പ് രാജാവ് പറയും, ഞാൻ കൽപ്പന പറഞ്ഞു പോയി, നിങ്ങൾ സ്വപ്നവും വ്യാഖ്യാനവും അറിയിക്കണമെന്നുള്ള കൽപ്പന പുറപ്പെട്ടത് കൊണ്ട് ഇനി എനിക്ക് മാറ്റാനൊക്കത്തില്ല, അത് തന്നെ നിങ്ങൾ ചെയ്തേ ഒക്കുള്ളൂ എന്ന് പറയും. പക്ഷേ ഇത് ചെയ്യാത്തത് കൊണ്ട് ദാനിയേലിൻ്റെ കൂടെയുള്ള ആൾക്കാരെ അടക്കം കൊല്ലാൻ തക്കവണ്ണമുള്ളൊരു കൽപ്പനയാണ് പുറപ്പെടുന്നത്. അപ്പോൾ ദാനിയേൽ ഇത് ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ള അവിടെ ഈ എന്തെന്ന് അഖര്യാവാം അദ്ദേഹത്തോട് അരിയോക്കിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ സംഭവം എന്ന്. അപ്പോൾ അരിയോക്ക് കാര്യങ്ങളൊക്കെ പറയുന്നു. അരിയോക്ക് പറഞ്ഞത് പ്രകാരം ദാനിയേൽ രാജാവിനോട് ഒരു കാര്യം അപേക്ഷിക്കുന്നുണ്ട്, എനിക്ക് ഇച്ചിരി സമയം തരണം, ഞാൻ അർത്ഥം അറിയിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ദാനിയേൽ വീട്ടിൽ ചെന്ന് തൻ്റെ കൂട്ടുകാരായ ഹനന്യാവോടും മിശായേലിനോടും അസര്യാവോടും, അത് ശദ്രക് മേശക് അബേദ്നെഗോവാണ്, അവരോട് കാര്യം അറിയിച്ചു. അവർ ദൈവത്തെ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും ദൈവത്തിനുള്ളതല്ലോ. ദൈവം കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ദൈവം രാജാക്കന്മാരെയും നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. ദൈവം ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. ദൈവം അഗാധവും ഗൂഢവുമായുള്ളത് വെളിപ്പെടുത്തുന്നു. ദൈവം ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം ദൈവത്തോടു കൂടി വസിക്കുന്നു. എന്നിട്ട് പറയാണ്, എൻ്റെ പിതാക്കന്മാർ ദൈവമായ യഹോവേ, അങ്ങ് എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച് രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെയൊരു ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കണം, ദൈവത്തിൽ നിന്ന് അത് അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയിലായിരുന്ന ദാനിയേലിന് ദൈവം ആ സ്വപ്നവും വ്യാഖ്യാനവും ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ രാജാവിൻ്റെ അടുക്കൽ വരുന്നു. അടുക്കൽ വരുമ്പോൾ രാജാവിനോട് ഈ സ്വപ്നം അറിയിക്കുകയാണ്. അവിടെ രാജാവ് ചോദിക്കുന്നു, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും അഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശൗനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്നത് നെബൂഖദ്നേസറിനെ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. വേറെ ആരെയും അറിയിക്കാതെ ആ ദൈവം താങ്കളെ, രാജാവെ, അങ്ങയെ ദൈവം ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യത്തെ അറിയിച്ചിരിക്കുകയാണ്. പക്ഷെ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അറിയിച്ചിരിക്കുകയാണ്. ഇത് ദൈവം തന്നെയാണ് ഇത് വെളിപ്പെടുത്തേണ്ടത്. അപ്പോൾ അവിടെ ഇതാണല്ലോ ചോദിക്കുന്നത്, നിനക്കിത് വെളിപ്പെടുത്താൻ കഴിയുമോ എന്നാണ് രാജാവ് ദാനിയേലിനോട് ചോദിക്കുന്നത്. രാജാവ് ആ ചോദ്യത്തിന് ദാനിയേൽ പറയുന്ന മറുപടി, ഇത് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാനിരിക്കുന്ന അറിയിച്ചുമിരിക്കുന്നു. അങ്ങ് ചോദിച്ച പോലെ എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാൾ അധികമായി ജ്ഞാനമൊന്നും ഇല്ല. സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. പക്ഷേ രാജാവിനോട് അർത്ഥം അറിയിക്കേണ്ടതിന് ദൈവം അത് രഹസ്യം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ രഹസ്യം അങ്ങേ അറിയിക്കാനും അങ്ങ് അറിയാനും വേണ്ടി അത് എനിക്ക് രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ അതുള്ളൂ, വേറെ ആർക്കും ഈ ഭൂമിയിൽ ആ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. സ്വപ്നം കണ്ടത് രാജാവ് മാത്രം, അതും രാജാവിന് മാത്രമേ അറിയൂ. പക്ഷേ അതിൻ്റെ മറ്റൊരാൾക്ക് ഇന്ന് അറിയാമെങ്കിൽ, ദൈവം ഒഴികെ മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ അത് ദാനിയേലിനാണ്. ദാനിയേൽ തനിക്കറിയാം ആ രഹസ്യം എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം എനിക്കറിയാമെന്നല്ല, അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് ദാനിയേലോട് ശ്രമിക്കുന്നത്. അപ്പം ആ സ്വപ്നം ദാനിയേൽ പറയാണ്, അങ്ങ് കണ്ട സ്വപ്നം എന്ന് പറയുന്നത് വലിയൊരു ബിംബം, ഭയങ്കര വലിയ ബിംബം, ആകാശത്തോളം വലിയ ബിംബം, ഭയങ്കരമായിരുന്നൊരു ബിംബം. ആ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടുള്ളതാണ്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ടും, തുട ഇരുമ്പ് കൊണ്ടും, കാൽ പാതി ഇരുമ്പ് കൊണ്ടും, കളിമണ്ണ് കൊണ്ടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബിംബത്തെയാണ് അങ്ങ് കണ്ടത്. ഇതിൻ്റെ തുടർച്ച അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ബിംബത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈ തൊടാതെ ഒരു കല്ല് പാഞ്ഞു വന്ന് ബിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും ചേർന്നുള്ള കാലിനെ അടിച്ച് തകർത്തുകയാണ്. അപ്പോൾ അങ്ങനെ കാലടിച്ച് തകർന്നപ്പോൾ അവിടെ കാലിൻ്റെ ഭാഗം മാത്രമല്ല, ആ എൻ്റയർ ആയിരിക്കുന്ന ആ പ്രതിമ അത് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. എല്ലാം ഇങ്ങനെ പൊടി പോലെ ആയി പറന്നു പോയി, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. പിന്നെ ബിംബത്തെ കാണുന്നില്ല, ബിംബത്തിൻ്റെ ഒന്നും കാണുന്നില്ല, അത് പൊടിയായി അങ്ങനെ പറന്നു പോകുന്നതാണ് കാണുന്നുണ്ട്. എന്നിട്ട് ഈ കല്ല്, ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെ നിറയുന്നതാണ് അങ്ങ് കണ്ട കാഴ്ച. ഇതാണ് സ്വപ്നം.
അപ്പോൾ ഇത് സ്വപ്നം, ഇത് കണ്ടു. രാജാവ് ഇതല്ലാന്ന് രാജാവ് പറയുന്നില്ല, രാജാവ് അന്തം വിട്ടിരിക്കുകയാണ്. ഇതാണ് സ്വപ്നം. അപ്പോൾ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പ്രമുഖരായ ആൾക്കാർ, സ്വപ്നമൊക്കെയും ദർശിക്കുന്ന ജ്ഞാനികൾ, അഭിചാരകർ, ക്ഷുദ്രക്കാർ, ഇവരൊക്കെയാണല്ലോ അതിൻ്റെ പ്രധാനികൾ. ഇവർക്കിത് മനസ്സിലാകുന്നില്ല. ഇവർക്ക് ഈ സ്വപ്നവും പറയാൻ കഴിയുന്നില്ല, അർത്ഥവും വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. ആ സ്വപ്നം മറ്റാരോടും പറയാതിരുന്ന സ്വപ്നമാണ് ഇന്ന് നെബൂഖദ്നേസറിന് മുമ്പിൽ ദാനിയേൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നെബൂഖദ്നേസർ ശരിക്കും അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനല്ല എന്നൊന്നും പറയുന്നില്ല. എന്നിട്ട് തുടർന്ന് രാജാവ് തിരുമനസ്സുകൊണ്ട് രാജാതിരാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും ദൈവം തൃക്കൈയിൽ തന്ന് എല്ലാറ്റിനും തിരുമനസ്സിനെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള, ഇനി അതിൻ്റെ വിശദീകരണമാണ്, വ്യാഖ്യാനമാണ് തുടർന്ന് പറയുന്നത്. പൊന്നുകൊണ്ടുള്ള തല അങ്ങ് തന്നെയാണ്. തിരുമനസ്സിന് ശേഷം, അങ്ങേക്ക് ശേഷം അങ്ങയേക്കാൾ താണതായ ഒരു രാജത്വം, അങ്ങയുടെ രാജത്വമല്ല, അങ്ങേ കൽദയ രാജത്വമാണ്, മറ്റൊരു രാജാവെന്നല്ല, മറ്റൊരു രാജത്വം ഇവിടെ വാഴും. ശേഷം തിരുമേനേക്കാൾ താഴ്ന്ന മറ്റൊരു രാജത്വം സർവ്വഭൂമിയും വാഴുവാനിരിക്കുന്നതായി കാണുന്നു. എന്നിട്ട് താമ്രം കൊണ്ടുള്ള മൂന്നാമത് രാജ്യത്വം ഉണ്ടാവും. അത് മറ്റൊരു രാജ്യത്വമാണ്, ഇവരല്ല, ഈ കൽദയരല്ല, അല്ലെങ്കിൽ കൽദയർക്ക് ശേഷം വന്ന രാജ്യത്വമല്ല, മൂന്നാമത് രാജ്യത്വം. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്ന പോലെ അവരിതൊക്കെയും ഇടിച്ചു തകർത്തും എല്ലാത്തിനെയും ഭരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിനെയും തകർക്കും, നശിപ്പിക്കും. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അതിന് മുമ്പിൽ തോറ്റുപോകും. ഇരുമ്പും മണ്ണുമായിട്ട് കണ്ടതിൻ്റെ കണ്ടതിനകത്ത് ഇരുമ്പുള്ളത് കൊണ്ട് തന്നെ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കുമെങ്കിലും ഇരുമ്പും കടിമണ്ണും കടലുന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിൻ്റെ ബലം കുറേ ഉണ്ടായിരിക്കും. അത് മണ്ണ് കണ്ടതുകൊണ്ട്, കളിമണ്ണും കണ്ടതുകൊണ്ട് രാജ്യത്വം ഒട്ടു ബലമുള്ളതല്ലാതെ ഒട്ട് ഉടഞ്ഞു പോകുന്നു, രണ്ടുമായിരിക്കും. ബലമൊന്ന് കാണും, ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. അവർ ഇടകലരും എങ്കിലും, ഇത് രണ്ടും കൂടി ചേർന്ന് കണ്ടതിൻ്റെ താല്പര്യം, അത് ഇടകലരും. അവർ ആ ജനം രണ്ട് വിവിധ ജാതികളാണ്. അവർ ഇടകലരുമെങ്കിലും കളിമണ്ണും മണ്ണും, ഇപ്പം ഉപ്പും വെള്ളവും തമ്മിൽ ചേർന്ന് ഒറ്റ ഇതായിരുന്നു ആകുന്ന പോലെ ആകാത്തതുപോലെ, കളിമണ്ണും ഇരുമ്പും തമ്മിൽ ചേരാത്തതുപോലെ അവരും തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജത്വം ഭൂമിയിൽ സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നെബൂഖദ്നേസർ ആകെ വല്ലാതായി. നെബൂഖദ്നേസറിന് ഇത് ഒന്നും മനസ്സിലാകുന്നില്ല. നെബൂഖദ്നേസർ ശരിക്കും അന്തം വിട്ടും പരിഭ്രമിച്ചും പോവുകയാണ്. ഈ ഒരു വലിയ കാര്യം തൻ്റെ മുമ്പിൽ സംഭവിച്ചത് കണ്ടിട്ട് അത് തന്നോട് അറിയിച്ച ദാനിയേലിനെ നമസ്കരിച്ചു എന്നാണ്. സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. തൻ്റെ രാജ്യക്കാരൻ പോലും അല്ലാത്ത മറ്റൊരു രാജ്യത്തു നിന്ന് അഭയാർത്ഥിയായി അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ആളുടെ മുമ്പിൽ രാജാവ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ്. ഒരു വഴിപാടും സൗരഭ്യവാസനയൊക്കെ അർപ്പിക്കണമെന്ന്, ദാനിയേലിന് അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിക്കുകയാണ്. പക്ഷേ ദാനിയേൽ അത് സമ്മതിക്കുന്നില്ല. അങ്ങ് ഈ രഹസ്യം വെളിപ്പെടുത്താൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധിദൈവവും രാജാതി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യമെന്ന് ഈ രാജാവിൻ്റെ വായിൽ നിന്ന് വരികയാണ്. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവന് അനേകം സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെ അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകന്മാർക്കും മേഖലയിലാക്കി വെക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എന്നിട്ടൊരു പ്രധാനപ്പെട്ട ആളായിട്ട് ദാനിയേലിനെ ആക്കി. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ അപേക്ഷപ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്കും മേൽവിചാരകരാക്കി. ദാനിയേലാണെങ്കിൽ കൊട്ടാരത്തിൽ തന്നെ പാർക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ
ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടക്കുകയും ചെയ്തൊരു മനുഷ്യനെ ജാതികളുടെ ഇടയിൽ, അന്യദേശക്കാരുടെ ഇടയിൽ ദൈവം മാനിക്കുന്നതാണ്. ദൈവം അങ്ങനെ ചെയ്തത് വഴി അവരെല്ലാവരും ദാനിയേലിനെ വലിയ ആളായി കണ്ടു. ദാനിയേലിൻ്റെ സംസ്ഥാനത്തെ പ്രധാന വിചാരകനാക്കുകയാണ്. ഇതൊക്കെ ഭൗതികമായി വലിയ കാര്യമുള്ളതാണെന്ന് അല്ല എന്നൊക്കെ ചിലർക്ക് തോന്നാം. പക്ഷേ ഈ കൊടുക്കുന്ന മാനം എന്ന് പറയുന്നത് ചില്ലറ മാനമല്ല. അവിടെ പ്രവാസത്തിലായിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടാം തരം പൗരനാണ്. ആ രണ്ടാം തരം പൗരനെ ആ രാജ്യത്തിലെ ഒന്നാം തരം പൗരനാക്കുന്ന, ഒന്നാം തരം പൗരന്മാരിൽ ഒന്നാം തരമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. യഹോശാഫാത്തിൻ്റെ ആദ്യത്തെ വായനയിൽ നമ്മൾ കാണുന്നതാണ്. ദൈവം അവർക്കൊരു കല്ല് പോലും എടുത്തെറിയാതെ വണ്ണം അവരുടെ യുദ്ധത്തിൽ വന്ന മുഴുവൻ പടയാളികളെയും നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ പടസ്ഥലത്ത് മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുന്ന അതേ ദൈവം ഇന്ന് ഈ ദാനിയേലിന് ഇത്രയും കാര്യങ്ങളിലേക്ക് വരുവാൻ തക്കവണ്ണം വരാനിരിക്കുന്ന കാര്യങ്ങളെ സ്വപ്നത്തിലൂടെ നെബൂഖദ്നേസറിനെ കാണിച്ചു കൊടുക്കുകയും, എന്നാൽ അർത്ഥം അറിയാൻ പറ്റാതെ, അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല, ആ ദേശത്തിലെ കൽദയ ദേശത്തിലെ ഒരു മനുഷ്യർക്ക് പോലും അത് വെളിപ്പെടുത്തി കൊടുക്കാതെ ഈ പ്രവാസത്തിൽ നിന്ന് വന്ന ദാനിയേലിനെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയും, ദാനിയേൽ അത് പറയുമ്പോൾ ഈ സ്വപ്നം എന്താണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അത് തന്നെയാണ്. സ്വപ്നം ഒരാളുടെ മനസ്സിലിരിക്കുന്ന സ്വപ്നം പറയാൻ ഒരാൾ കഴിയുമെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും അതങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുവാൻ നെബൂഖദ്നേസറിന് ഇടയായി. നെബൂഖദ്നേസർ ഈ സ്വപ്നം പറഞ്ഞ മനുഷ്യനായ പ്രവാസിയായ ദാനിയേലിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. ആ രാജ്യത്തിലെ പ്രധാനിയാക്കി മാറ്റുന്നു. ഇതിൽ വേറൊരു വിഷയമുള്ളത്, ഇവിടെ പറയാത്തൊരു വിഷയം എന്ന് പറയുന്നത്, അവിടെ ദാനിയേലിന് അസൂയക്കാരായ പലരും ഉണ്ടായി എന്നുള്ളതാണ്. ദാനിയേലിനെ അവിടുത്തെ ഏറ്റവും വലിയ ആളാക്കി നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പലരുടെയും മുകളിലാക്കി വെക്കുമ്പോൾ പൊതുവെ അതിൻ്റെ മഹത്വമൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാർ പൊതുവെ ഈ ദാനിയേലിനെതിരെ തിരിച്ചു എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അത് നമ്മൾ തുടർന്നുള്ള വായനയിൽ അത് നമ്മൾ വായിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു സംഗതിയും കൂടെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ദാനിയേലിനിപ്പോൾ ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ദാനിയേലിന് അസൂയയുണ്ട്. തങ്ങളുടെ പ്രമാണിത്വം നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഉള്ള അസൂയയും ശത്രുതയൊക്കെ ദാനിയേലിന് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, 20-21 അധ്യായങ്ങൾ. അപ്പോൾ ഇതോടുകൂടി യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-21 അധ്യായങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കവും കഴിഞ്ഞു. കല്ലറയിൽ വെച്ചിട്ട് ഇവർ പോവുകയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ വന്ന് നോക്കിപ്പോയി കല്ലറ മാറിക്കഴിക്കുന്നത് കണ്ടു. കല്ലറയുടെ അടപ്പ് തുറന്നിരിക്കുന്നത് കണ്ടു. എന്നാൽ യേശുവിനെ അതിനകത്ത് കാണാനുമില്ലായിരുന്നു. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നേരെ ചെന്ന് പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു. അവരതിനേക്കാളും വേഗത്തിൽ തിരിച്ചിങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അവിടെ ഒരു 2 ഈ ഒരു ശീലകൾ വേറെ കിടക്കുന്നതൊക്കെ കണ്ടിട്ട് അവർക്കപ്പോഴും മനസ്സിലായില്ല യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമൊന്നും പറഞ്ഞത്. അവരൊക്കെ അത് ഗ്രഹിച്ചില്ല, അപ്പോഴും ഗ്രഹിക്കുന്നില്ല. അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നാൽ പക്ഷെ മറിയ അവിടെ പോയില്ല. മറിയ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം അവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ 2 ദൂതന്മാർ കല്ലറയുടെ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഒക്കെ ഇരിക്കുന്നത് മറിയ കാണുന്നുമുണ്ട്. അതിനിടയ്ക്ക് അവളോട് ചോദിക്കുന്നത്, സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി എവിടെ വെച്ചൊന്നും അറിയുന്നില്ല. അത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം യേശു നിൽക്കുന്നത് കണ്ടു. യേശുവാണെന്ന് അറിഞ്ഞില്ല. പക്ഷേ യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനാണെന്ന് വെച്ചിട്ട് യജമാനെ അവൻ എവിടെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അറിയാമെങ്കിൽ പറഞ്ഞതാ, ഞാൻ പോയി അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് യഹൂദ അവർ മറിയയെ എന്ന് വിളിക്കുന്നുണ്ട്. മറിയയെ എന്ന് വിളിക്കുന്നു, പേര് പറഞ്ഞ് വിളിക്കുകയാണ് യേശുക്രിസ്തു. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി ഇതാരാണ് വിളിക്കുന്നതെന്നുള്ളത്. അവൾ തിരിഞ്ഞു റബ്ബൂനി എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അവളോട് പറയുകയാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. നീ ചെന്ന് സഹോദരന്മാരുടെ അടുത്ത് എന്ന് പറയണം, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും.
എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. എന്താണ് വായിക്കുന്നവർ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പുസ്തകം കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഈ വാക്യവും ഇതിനകത്തുണ്ട്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയാണ്. അപ്പം അങ്ങനെ മഗ്ദലക്കാരത്തി മറിയെ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ച് ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി ക്രിസ്തു അയക്കുകയാണ്. ഒരു പറഞ്ഞ വാക്യം ഒന്നുകൂടെ ഓർക്കണം. എൻ്റെ പിതാവും, യേശുക്രിസ്തുവിൻ്റെ പിതാവും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പിതാവും, യേശുക്രിസ്തുവിൻ്റെ ദൈവവും ശിഷ്യന്മാരുടെ ദൈവവും. അപ്പോൾ ഈ പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, യൂദ, യാക്കോബ് ഇവർക്കൊക്കെ ഒരു ദൈവം ഉള്ളതുപോലെ യേശുക്രിസ്തുവിനും ഒരു ദൈവമുണ്ട് എന്ന് ആണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്. മറിച്ച് ലോകം പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളല്ല. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ലോകം ഇതിന് വ്യത്യസ്തമായി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ 1, 2, 3 കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളിലല്ല നമ്മൾ ചിന്തിച്ച് പോകേണ്ടത്. മറിച്ച് വചനം കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന എന്താണോ അതാണ് നമ്മൾ മനസ്സിലാക്കി. യേശു ക്രിസ്തുവിന് ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഗ്രഹിക്കുക. അത് വിശ്വസിച്ച് മുമ്പോട്ട് പോകണം. ബൈബിൾ പറയാത്തത് വിശ്വസിച്ച് പോകുന്നത് നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കുകയുമില്ല. മാത്രമല്ല നമുക്ക് ശിക്ഷ കിട്ടേണ്ടത് ശിക്ഷ കിട്ടുകയും ചെയ്യും. പിന്നെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാർ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലെ വിലാപ്പുറവും കൈയും മുറിവുകളൊക്കെ കണ്ടു. ശിഷ്യന്മാർ സന്തോഷിച്ചു. അത് യേശു തന്നെയാണെന്ന് അവർക്ക് ഗ്രഹിച്ചു. എന്നാൽ അന്ന് യേശുക്രിസ്തു വരുന്ന സമയത്ത് തോമസ് അവരോട് ഇല്ലായിരുന്നു. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തല്ല ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ വീണ്ടും തോമസും ഒക്കെ ഉള്ള സമയത്ത് യേശുക്രിസ്തു വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. അടച്ചിരുന്ന വാതിൽ നിന്ന് തുറക്കാതെ തന്നെ അവിടെ നടുവിൽ വന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. തോമസിനോട് പ്രത്യേകം പറഞ്ഞു, ഇതാ നീ നിൻ്റെ വിരലിട്ട് ഇങ്ങോട്ട് നോക്കി കാണുക. നീ വിരലെൻ്റെ വിലാപ്പുറത്ത് ഇട്ടിട്ട് നീ വിശ്വസിച്ചാൽ മതി. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അവിടെ തൻ്റെ തെറ്റിനെ തോമസ് തിരിച്ചറിയുകയും ക്രിസ്തുവിനോട് കർത്താവേ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇതെന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച്, എന്നെ കേൾക്കുന്ന ആളിനെ സംബന്ധിച്ചൊക്കെയും വളരെ സന്തോഷമുള്ളതും സന്തോഷമുണ്ടാകേണ്ടതുമായൊരു കാര്യമാണ്. കാരണം യേശുക്രിസ്തു അവിടെ പറഞ്ഞത് നമ്മളെക്കുറിച്ചാണ്. കാരണം നമ്മൾ കാണാതെ വിശ്വസിച്ചവരാണ്. തോമസ് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല, ദൂതന്മാരെ കണ്ടിട്ടില്ല, പ്രവാചകന്മാരെ കണ്ടിട്ടില്ല. നമ്മൾ കാണാതെ വിശ്വസിച്ചവരാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണെന്നാണ് യേശുക്രിസ്തു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ആ കാണാതെ വിശ്വസിച്ചത് കൂട്ടത്തിലാണ് നാം ഉള്ളത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. എന്നിട്ട് യോഹന്നാൻ പറയാണ്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണിക്കുക ചെയ്തു. എന്നാൽ യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകേണ്ടതിന് നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പം വേറൊരു പുസ്തകത്തിൽ പറയുന്നത് യേശുക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതാനാണെങ്കിൽ ലോകത്തുള്ള പുസ്തകങ്ങൾ തികയുകയില്ല എന്നാണ്. പക്ഷേ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് തന്നിട്ടുമുണ്ട്. അതിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല. എന്നിട്ട് അതിൻ്റെ 21-ാം അധ്യായം, അവസാനത്തെ അധ്യായം, പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിങ്ങനെയായിരുന്നു. പത്രോസും തോമസും ഗലീലയിലെ കാനായിലെ നഥനയേലും ശബരി മക്കളും അവൻ്റെ ശിഷ്യന്മാരും വേറെ 2 പേരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശീമോൻ പത്രോസ് മീൻ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. ഞങ്ങളും വരുന്നു എന്നവരും പറഞ്ഞു. അവർ വള്ളം കയറി പോയി. ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ പിടിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്നാൽ ഏകദേശം നേരം വെളുക്കാറായി, പുലർച്ചയായി. യേശു കരയിൽ വന്നു. യേശു ആകുന്ന ശിക്ഷ അറിഞ്ഞുമില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത് ഭാഗത്ത് വല വീശാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈ രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശി ഒന്നും കിട്ടിയില്ല, എന്നാലും നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ, അപ്പോൾ ഇതിനകത്ത് അത് എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു.
നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. പക്ഷെ വലയിട്ടു. നിറച്ച് മീൻ കേട്ടിട്ട് അവർക്ക് അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. അത്ര മീൻ നിറഞ്ഞു ആ വലയിൽ. അപ്പം യേശു അവിടെ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, അത് യേശുവാകുന്നു, കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ശിമോൻ അവിടെ തുണിയൊന്നും ഇല്ലാതെ, രാത്രിയല്ലേ, ഒന്നും തുണിയില്ലാതൊന്നുമില്ലാണ് അവിടെ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് നിന്നത്. അപ്പം നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിലെടുത്തിട്ട് ചാട്ടം ചാടി. ശിഷ്യന്മാർ കരയിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞവർ തിരിച്ച് കയറി വന്നു. കുറേ ബാക്കിയുള്ള പടകിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചവർ ഒരു പരുവത്തിന് സാധനം വല മേൽ കയറ്റി. കയറി വന്നപ്പോഴത്തേക്ക് അവിടെ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നു, അപ്പവും ഒക്കെ കണ്ടു. അപ്പം പുതിയ മീൻ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അതും കൂടെ എല്ലാം കൊണ്ടുവന്നിട്ട് അവർ ആഹാരമൊക്കെ കഴിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. രാത്രി അതിരാവിലെ അവർ യേശുക്രിസ്തുവിനോട് കൂടെ ആഹാരം കഴിച്ചു. യേശു അവിടെ വെച്ച് മുമ്പത്തെ പോലെ അപ്പം എടുത്ത് ദൈവത്തെ സ്തുതിച്ചിട്ട് അവർക്ക് പകുത്തു കൊടുത്തു. ഇതൊക്കെയും അവർ ആ കാഴ്ചകൾ മുമ്പ് കണ്ട കാഴ്ചകൾ വീണ്ടും കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ യേശു തന്നെയാണ് എന്നവർ വിശ്വസിക്കുകയും അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട്, ചോദിക്കുന്നത് പത്രോസിനോട് മാത്രമേ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഉവ്വ് കർത്താവേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആടുകളെ മേയ്ക്കാൻ പറഞ്ഞു. അടുത്ത് വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുന്നു, പത്രോസേ നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ശരി, നീ എൻ്റെ ആടുകളെ പാലിക്കാമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും മൂന്നാമതും ശിമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിച്ചപ്പോൾ പത്രോസ് അങ്ങ് ദുഃഖിച്ചു, സങ്കടമായി. കർത്താവ് നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് എന്നും നീ അറിയുന്നു എന്ന് അവനോട്. ഞാൻ നിന്നോട് പറയണ്ട, അല്ലാതെ എൻ്റെ പ്രിയത്തെക്കുറിച്ച് നിനക്കറിയാം എന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ ആടുകളെ മേയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, യേശുക്രിസ്തു ഈ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞല്ലോ. അപ്പോൾ പത്രോസിന് തിരിച്ചു ലഭിക്കുന്ന ഒരു അവസരമാണ് ഇത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിന് അതേ നാവ് കൊണ്ട്, അതേ അധരം കൊണ്ട് 3 പ്രാവശ്യം അതിനെ മാറ്റി പറയാനുള്ളൊരു അവസരം കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത്. 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞതിൻ്റെ ആ കുറ്റത്തെ അവിടെ മായ്ക്കപ്പെടുകയാണ്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറയുന്നത് വഴി. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. അപ്പം അങ്ങനെ പത്രോസിന് ഒരു മടക്കം, ഒരു അവസരം കിട്ടിയതുപോലെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ ഭയക്കേണ്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ അവനെയും തള്ളിപ്പറയുമെന്നാണ് ക്രിസ്തു ഒരിടത്ത് പറയുന്നത്. എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയുമെന്നാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ, ദൈവത്തെ തള്ളിപ്പറയുവാൻ പറയുന്നത് മാത്രമല്ല, പറച്ചിലല്ലോ. പറച്ചിൽ പറയണമെന്നില്ല, പക്ഷേ പ്രവൃത്തികൾ കൊണ്ട് ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പറയണമെന്നേ ഇല്ല, അത് പറയാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ നമ്മൾ സൂക്ഷിക്കുകയും ഓർക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പത്രോസിന് ലഭിച്ചൊരു അവസരം നമുക്ക് ലഭിക്കണമെന്ന് ഇല്ല. എൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഇത് എഴുതിയത് എന്ന് പറയുന്ന ആള് തന്നെ ഇവിടെ അവസാനം എഴുതിയിരിക്കുകയാണ്. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു എന്ന്. ഇവിടെ അതിന് മുമ്പ് ചിലതിൻ്റെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ തന്നെ ഈ പുസ്തകത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുള്ളത്. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അതാണ് യോഹന്നാൻ അതിനെക്കുറിച്ച് സംബന്ധിച്ച് പറയുന്നൊരു കാര്യം. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതാൻ നിന്നാൽ ലോകത്തിൽ ഒരു പുസ്തകവും തികയില്ല എന്ന് യോഹന്നാൻ പറയുന്നു. അപ്പം പിന്നെ നമുക്ക് ഇതിനകത്തപ്പോൾ എല്ലാം എഴുതിയിട്ടില്ലേ, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിച്ച് വശമാകണ്ട. നമുക്ക് വേണ്ടത്, അതുകൊണ്ടാണ് 4 പുസ്തകങ്ങൾ ഇവിടെ എഴുതപ്പെട്ടത്. നമുക്ക് വേണ്ടതൊക്കെ ഈ പുസ്തകങ്ങളിലുണ്ട്. നമുക്ക് നന്നായി നടക്കുവാനും ദൈവപ്രസാദകരമായിരിക്കുവാനും നമുക്ക് നിത്യജീവന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ബൈബിളിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എഴുതിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എഴുതിയൊരു പുസ്തകം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയുമോ? അത്രയും വലിയ പുസ്തകങ്ങൾ ലൈബ്രറിയിലൊന്നും ഒതുങ്ങത്തില്ല. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ വെക്കാനൊക്കത്തില്ല. അത്ര വിലയായിരിക്കും അതിന്.
വീട്ടിലതിനുള്ള എത്ര ഷെൽഫുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലത് വെക്കാൻ കഴിയും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ദൈവം അതിനെല്ലാം ചുരുക്കി നമുക്കെല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ ആക്കി തന്നതല്ലേ ഏറ്റവും നല്ലത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഈ ചെറിയ പുസ്തകത്തിനകത്ത് ആക്കി തന്നെങ്കിൽ ആണ് ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാക്കി വെച്ച് നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയാതെ, പ്രാപ്യമാകാൻ കഴിയാതെ, വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലായിത്തീരാതെ ദൈവം അതിനെ നമുക്ക് എല്ലാവർക്കും കിട്ടുവാൻ തക്കവണ്ണം, എല്ലാ ജാതികളിലും എല്ലാ ഭാഷക്കാർക്കും അത് ലഭിക്കാൻ തക്കവണ്ണം അത്ര വില കുറച്ച് നമുക്കത് ലഭിക്കാനിടയാക്കിയതല്ലേ കൂടുതൽ നല്ലത്. അതുകൊണ്ട് അത് ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനേ ഉള്ളൂ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനേ ഉള്ളൂ, ദൈവത്തിന് നന്ദി പറയാനുള്ളൂ. നന്ദി കർത്താവേ. ഈ 3-ാമത്തെ വായന ഭാഗത്തിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം, 4 സുവിശേഷങ്ങളിൽ അവസാനത്തെ സുവിശേഷം, നമ്മൾ 4 സുവിശേഷങ്ങൾ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞു. 4-ാമത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷങ്ങളൊക്കെ നമുക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, യേശു ക്രിസ്തുവും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, അതിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്ത് നന്മയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും വളരെ കൃത്യമായ വ്യക്തമായ ധാരണ തരാൻ തരക്കത്തിലുള്ള എഴുത്തുകൾ എഴുതി തീർത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. അതിന് ദൈവം സഹായിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുന്നു. നന്ദി.